ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഈ കോലോത്തെ തമ്പുരാട്ടിയൊക്കെ ഇറങ്ങി വരുന്ന പോലെ കയ്യില് വാഴയിലും കുറെ പൂക്കളും എന്താണ് സംഭവം? നമ്മുടെ അവിടെ ഉണ്ടായതാണ് താമരപ്പൂ. എനിക്കറിയാം ഇവിടെ എന്തായാലും അത്തപ്പൂക്കളുണ്ടല്ലോ, അതിൽ എന്റെ വക ഒരു പൂവും കൂടി ഇരുന്നോട്ടെ. എന്റെ വക ഓണപ്പൂക്കളത്തിന്റെ ഭംഗി ഒന്ന് കൂടിയിട്ടില്ലേ? ബാക്കി വിശേഷങ്ങളൊക്കെ കിച്ചണിൽ പോയി പറയാലോ. സൂര്യാഘോഷം അതിർവരം പുടച്ചിടാം, നാടും നാട്ടാരും അറിഞ്ഞിടണം. എങ്ങനെയുണ്ട് അംബികാന്റി എന്റെ കിച്ചൺ? അടിപൊളി, നല്ല വൃത്തി, നല്ല ഭംഗിയായിരിക്കുന്നു. എനിക്ക് ആദ്യം തന്നെ പ്രേക്ഷകരോട് വേറൊരു കാര്യം പറയാനുണ്ട്. അംബികാന്റിനെ ഞാൻ കാണുന്നത് ഏകദേശം ഒരു 18 വർഷത്തിന് ശേഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പടത്തിൽ അമ്മയും മോളുമായിട്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിൽ ആരായിരുന്നു ആക്ച്വലി അമ്മ എന്നുള്ളത്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അംബികാന്റിക്ക് ഒരു മാറ്റമില്ല, ഞാൻ മാത്രമാണ് ഈ പന പോലെ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അംബികാന്റി നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആന്റിയോ ചേച്ചി എന്ന് വിളിച്ചാൽ പോരെ എന്ന്. ചെറിയ കുട്ടിയായിരുന്നു. അതെ അതെ അതെ, 17 വയസ്സും കണ്ടേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അല്ലേ, അതാണ്. അപ്പൊ അംബികാന്റിയുടെ കിച്ചണിൽ എന്താണ് അംബികാന്റിയുടെ ഐറ്റംസ് എന്നൊക്കെ നമ്മൾ കിച്ചൺ സ്റ്റോറീസിൽ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് നേരിട്ട് അത് രുചി അതിന്റെ നോക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് അംബികാന്റി സെലക്ട് ചെയ്ത ഡിഷ് ചെയ്ത് ആദ്യം തന്നെ ഏതാ സെലക്ട് ചെയ്തേക്കുന്നത്? ഓണമല്ലേ, അപ്പൊ നല്ലൊരു പായസം ആയിക്കോട്ടെ എന്ന് ഞാൻ വെച്ചു. ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ആരോഗ്യവും സംരക്ഷണവും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മില്ലറ്റ് പായസം കണ്ടത് മനസ്സിലായില്ലേ? സീക്രട്ട് എന്നാ മനസ്സിലായി? 18 വർഷമായിട്ട് നമ്മളൊക്കെ ഈ സേമിയയും അതും ഇതൊക്കെ വാരി തരുമ്പോ ഇവിടെ നമ്മൾ മില്ലറ്റ് അല്ലെ അങ്ങനത്തെ ഹെൽത്തി ഓപ്ഷൻസിൽ നിൽക്കുന്നോണ്ടാണ് അംബികാന്റി. ചാമേരി എന്ന് പറയും. ചാമേരി, പണ്ടൊക്കെ അങ്ങനെ പറയാ, ചാമേരി. ഓക്കെ ഓക്കെ. അപ്പൊ ചാമേരിയാണ് മില്ലറ്റ്. അപ്പൊ ഇന്നത്തെ ദിവസം വളരെയധികം സ്പെഷ്യൽ ആവാനുള്ള വേറെ കാര്യം എന്താണെന്നറിയോ? ഇന്നാണ് നമ്മുടെ ഓണക്കളികളൊക്കെ തുടങ്ങുന്ന ഒരു സമയം. പുലിക്കളി, കൈകൊട്ടിക്കളി, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഓണത്തിന്റെ മേളം അങ്ങ് തുടങ്ങുന്നത് ഇപ്പോഴാണ്. പിന്നെ അതെ അതെ, അതേപോലെ നമ്മളെ പൂക്കളം ഒരു കളമായി മാറുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിഷസിലും അതേ കളർസ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓണരുചി മധുരം കോ ബ്രാൻഡഡ് ബൈ ടെക്സ്മാ കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻസ്, കോ പവർഡ് ബൈ ഈസ്റ്റേൺ, മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ ആൻഡ് രാജ്കുമാരി ദ കംപ്ലീറ്റ് ഷോപ്പിംഗ് സെന്റർ. മില്ലറ്റ് റൈസ് മാത്രം കഴിച്ചിട്ടില്ല, ഞാൻ ഇന്ന് മില്ലറ്റ് പായസം കഴിക്കാൻ പോവാണ്, കൂടെ നിങ്ങളും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കാണട്ടെ. തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ മില്ലറ്റ് ഇടാൻ പോകുന്നത്. 3-3.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതൊന്ന് നന്നായി തിളയ്ക്കണം. ആന്റി വീട്ടിൽ കുക്ക് ചെയ്ത സമയത്ത് ഈ കൈക്കണക്കാണ് നമ്മൾ ഉപ്പ് എല്ലാം നമ്മള് ഒരു എടുത്തിടലാണ്. കാരണം അത് നമ്മൾ ഇട്ടിട്ട് ശീലമായല്ലോ. ഇത് എത്ര സമയമാണ് നമ്മുടെ ഈ മില്ലറ്റ് തിളക്കാൻ? പെട്ടെന്ന് ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മില്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേഗം വേവും. അങ്ങനെയാണ് നമ്മൾ കുതിർത്ത് വെക്കാൻ പറയുന്നത്. ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കുക. മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടുമ്പോഴേക്കും അത് പെട്ടെന്ന് കിട്ടും. മില്ലറ്റ് യൂസ് ചെയ്യാറുണ്ടോ ആന്റി വീട്ടിൽ സ്ഥിരമായിട്ട്? മില്ലറ്റ് നല്ലതല്ലേ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചാമേരി എന്ന് പറയും. അപ്പൊ അന്നൊക്കെ നമുക്ക് ചാമേരി കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അതൊക്കെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ കഴിക്കും പോലെയായിരുന്നു പണ്ട്. ഇപ്പൊ നമ്മൾ കപ്പ, ചക്ക, അതെല്ലാം ഔഷധ ഗുണമുള്ള സാധനങ്ങളാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ. ഇപ്പൊ എല്ലാവരും ചക്കയൊക്കെ എത്രയാ കഴിക്കുന്നത്. അതൊക്കെ ഇപ്പൊ ചക്ക പായസമൊക്കെ ഇപ്പൊ നമ്മുടെ ഇതില് ഓണത്തിന് ഉൾപ്പെട്ട് കഴിഞ്ഞു അല്ലേ. ശരിക്കും പറഞ്ഞാൽ മില്ലറ്റിന് സാധാരണ അരിയേക്കാളും വിലയും കൂടുതലാണ്. ഇപ്പൊ എല്ലാത്തിനും എല്ലാവർക്കും അത് മതിയല്ലോ. അത് നമ്മൾ ഇത് പൊടിച്ചു വെച്ചിട്ട് നമുക്ക് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കുറച്ച് പൊടിയെടുത്ത് നമുക്ക് കുറുക്കി കഴിക്കാം. അത് നല്ലതാണ്. മറ്റേ റാഗിപ്പൊടി പോലെ നമുക്ക് കുറുക്കി പാലിൽ കുറുക്കി ഇപ്പൊ രാവിലെയൊക്കെ പെട്ടെന്ന് പോകുന്നവർക്ക് ഇപ്പൊ എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. അതൊന്ന് കുറുക്കി കഴിക്കാം. പുതിയ ഓണം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എടാ ഈ പ്രാവശ്യം എനിക്ക് ഓണം ഇല്ല. കാരണം അമ്മ എൻ്റെ കൂടെയായിരുന്നു. വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ കൂടെയായിരുന്നു. ഇപ്പം മരിച്ചിട്ട് 3 മാസമായിട്ട്. അപ്പം അതുകൊണ്ട് ഓണം ഈ വർഷം ഇല്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ഓണത്തിനും വീട്ടിലെ ഓടിയെത്താറുണ്ട്. അത് എത്ര തിരക്ക് എത്ര വലിയ പടങ്ങളുടെ ഇടയിലാണേലും അവിടെ ഞാൻ ആ ഓണത്തിന് സമയത്തൊന്നും ഓടിക്കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്നതാണ്. അപ്പൊ ഓണ സമയം ഇപ്രാവശ്യം എവിടെയായിരിക്കും? ഓണത്തിന് ഇപ്രാവശ്യം എനിക്ക് വീട്ടിലുണ്ടാവും. പക്ഷെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകും. 300 സിനിമയ്ക്ക് മേലെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് പ്രോബബ്ലി ഇപ്പൊ ഉള്ള
ഇപ്പൊ കറന്റ് സൂപ്പർ സ്റ്റാർസിന്റെ കാട്ടിലും സിനിമകൾ പ്രൊഫൈലിലുള്ള ഒരു വ്യക്തിയാണ്. നിരവധി റോൾസ് അതൊക്കെ ഒരു ഭാഗ്യം കേട്ടോ, ഒരു നിമിത്തവും ഭാഗ്യമാണ്. ഞാൻ വന്നത് മുഴുവൻ ഭാഗ്യത്തിൽ കൂടെയാണ്. ഇപ്പോഴും പോകുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം ഇപ്പൊ മോളെ കണ്ടില്ലേ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മള് ഒന്നിച്ചു കൂടുന്നത്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത്രയും തിളക്കുന്ന സ്ഥിതിക്ക് പെട്ടെന്ന് വേവും തോന്നുന്നു. പെട്ടെന്ന് വേവും. അപ്പൊ ഇതിങ്ങനെ അങ്ങ് വേവട്ടെ. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി, പായസം പെട്ടെന്ന് റെഡിയാവും. ആക്ച്വലി നമ്മളെ ഓണ രുചിമധുരത്തിലോ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പായസം എല്ലാത്തിനും ഒരു ടൈം പീരീഡ് നമ്മൾ ഈ കുതിർത്തി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ കാര്യം നടക്കും. അതിപ്പോ നമ്മളിപ്പോ അരിയാണേലും നമ്മളൊന്ന് ഇടുന്നതിന് മുമ്പേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കി പെട്ടെന്ന് വേവും. പെട്ടെന്ന് വേവും. അതെ അല്ലാതെ അങ്ങനെ നമ്മുടെ വെന്തിട്ടുണ്ട്, വെന്തു. നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ. അത് പിടിക്കുമ്പം ഞെങ്ങി പോവോ? നമുക്കറിയാം, അങ്ങനെ മനസ്സിലാവും. ഓക്കെ. ഇതിപ്പോ പണ്ട് ഉരുടിയാണെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ, നമ്മൾ നിർത്തൂലല്ലോ. ഇതിപ്പോ നമുക്ക് വച്ചിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ എടുക്കാനുള്ള സമയമുണ്ട്. ശർക്കര മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ മധുരം ഇഷ്ടമാണോ? എനിക്ക് മധുരം ഇഷ്ടമാണ്. പായസം എന്താ ഫേവറേറ്റ് പായസം എന്താ? ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഈ നമ്മള് പ്രഥമനില്ലേ, പരിപ്പ് പ്രഥമനോ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ഫേവറേറ്റ് പരിപ്പ്. ശർക്കര ബേസുള്ള എല്ലാ പായസത്തിന്റെ വീക്ക്നെസ്സാ. അല്ല, പായസവും പഴവും പപ്പടവും ഒക്കെ കൂട്ടി ഒരു അതൊക്കെ ഓരോ ഒന്നൊന്നര. അതൊക്കെയാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. ഓണത്തിന് ഞങ്ങൾക്ക് പുതിയ ഉടുപ്പ് കിട്ടുക ഇപ്പൊ എപ്പോഴും കിട്ടുമല്ലോ. ഇപ്പൊ നമുക്ക് എപ്പം നോക്കിയാലും നാളെ ഒരു ഡ്രസ്സ് വേണമെന്ന് വാങ്ങും. പക്ഷെ ഞങ്ങളൊക്കെ വാങ്ങുന്നതിന് ഓണത്തിനെ കിട്ടുള്ളൂ. ഓണം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ. ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എന്താ തുമ്പി തുള്ളാത്തെ കിണ്ണത്തിൽ എന്നാ പോരാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു ഇത് അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ആന്റിക്ക് ഭയങ്കര ഡിഫറൻസ് കാണാൻ പറ്റുമായിരിക്കും അല്ലെ? ഒരുപാട് നമ്മൾ എത്ര വർഷങ്ങളായി നമ്മള് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓണം എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നും അല്ല, ഭയങ്കര ആഘോഷമാണ്. ഞങ്ങൾ ഈ ഓണം വരാൻ വേണ്ടി 10 ദിവസവും ഞങ്ങൾക്ക് ഉത്സവം പോലെയാണ്, വലിയൊരു ഉത്സവം പോലെയാണ്. ഇവിടുന്ന് കാണുമ്പോ ശരിക്കും അതിന് നെയ്പായസം ലുക്ക് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഒഴിക്കാണ്ട, അല്ലെങ്കിൽ നമ്മള് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടിക്കും. അപ്പൊ ഇതിന് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം തന്നെ എന്താണ്, യൂട്ടൻസില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഉരുളിയാണെങ്കിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ. ഇനിയിപ്പോ നമ്മള് രണ്ടാമത്തെ പാൽ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകിക്കോട്ടെ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത്, ഒന്നൊരു ചെറിയ ഒരു ഇത്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒഴിക്കണം. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചൗവരി ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളൊരു ഇത് അധികം ഇടണ്ട, കുറച്ച് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇപ്പൊ കണ്ട ഒരു മുത്ത് പോലെ കണ്ട, അതൊരു ഒരു ഭംഗിയാണ്, എന്നാൽ ടേസ്റ്റുമാണ്. അതിന്റെ ഒരു ഇതൊന്നുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ. ഫസ്റ്റ് സിനിമ ശരിക്കും ഏത് ഏജിലായിരുന്നു? ആന്റി കല്യാണ ശേഷമാണോ? പിന്നെ കുട്ടികളും വലുതായതിനു ശേഷമല്ലേ. മേഘമൽഹാറാടാ. അപ്പൊ എങ്ങനെയാണ് ആ എൻട്രി വന്നത്? എനിക്കൊരു ടൈലറിങ്, അതായത് ബുട്ടിക് ഉണ്ടായിരുന്നു. അതിൽ നമ്മള് സാരിയൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെ കമൽ സാറിന്റെ വീട്ടിലേക്ക് വൈഫിനുള്ള സാരികൾ, കമൽ സാറിന്റെ അസോസിയേറ്റ് സലീം പടിയത്ത് അവരുടെ വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും സാരികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സലീം പടിയത്താണ് കമൽ സാറിനോട് പറഞ്ഞത് ഇങ്ങനെ എന്നെ കുറിച്ച് പറയുന്നതും. അപ്പൊ അന്ന് ബിജു മേനോന്റെ ചേച്ചിയായിട്ടും നമ്മുടെ ശിവജി ചേട്ടൻ്റെ പഴയ ശിവജി ചേട്ടന്റെ ഭാര്യയായിട്ട് ഒരാൾ. അപ്പൊ ഇങ്ങനെ വന്നപ്പം അപ്പൊ അഭിനയത്തിനോട് താല്പര്യം ഉണ്ട് എന്നുള്ള രീതിക്കാണോ സംസാരിച്ചത്? ഇല്ല, നമ്മളിതൊന്നും ഇല്ല. അങ്ങനെ ചോദിച്ചു, അങ്ങനെ ചെന്നു. എനിക്കൊന്ന് കമൽ സാറിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫേസസ് തന്നെയാണ് അമ്പി ആന്റി. നമ്മളും ഒരുമിച്ച് അഭിനയിച്ച ആഗതനും 41 ദിവസവും നമ്മൾ അടിച്ചു പൊളിച്ച ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒന്നും ഇല്ലാണ്ട് വളരെ കൂളായി ഷോർട്ട് റെഡിയാണ്. ഓക്കെ, അവിടെ എത്തുന്നു, ഡയലോഗ് നോക്കുന്നു. അത്ര ഈസി ആക്കിയിട്ടായിരുന്നു എനിക്കും അംബിക ആന്റിന്റെ ഒരു കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. നല്ല സന്തോഷമായിട്ട് നമ്മൾ ഒന്നാം പാൽ വയ്ക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും വറുത്തിട്ട് കൊടുത്താൽ. നമ്മളിപ്പോ ഒട്ടും നെയ്യ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അധികം ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം എന്നാലും 3 സ്പൂൺ മൂക്കണം. നമ്മൾ മറ്റേ കറിക്കൊന്നും മൂക്കുന്ന പോലെ അങ്ങ് മൂക്കുക, ഒരു ചെറുതായിട്ടൊന്നും കളറൊന്ന് മാറും മാത്രം. ഇനി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ. ഓക്കെ,
എല്ലാം വറുത്ത് നന്നായി നമ്മളിത് ഇതിലേക്കൊന്ന് എല്ലാം വറുത്തിട്ടു. പായസം റെഡി. പിന്നെ നമ്മളിതില് തീരെ നെയ്യ് ഒഴിച്ചിട്ടില്ല, ശ്രദ്ധിച്ചില്ലേ? ഈ വറുത്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പായസം എന്ന് പറഞ്ഞാൽ നെയ്യ് വേണമല്ലോ, ഒരു കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയാണ് നമ്മുടെ എന്താണ് മേമ്പൊടിക്ക് പെരുങ്കായ എന്ന് പറയില്ലേ, മറ്റേ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ എല്ലാത്തിനും മേമ്പൊടിയായിട്ടൊരു സാധനം ഉണ്ടാവുമല്ലോ. എന്താണ്? ഏലക്ക. ആന്റി ഇനി അതൊന്നും ഒരു ബോളിലാക്കി തരുമോ? അതിലാണ് പോണത്. നമ്മളെ തറവാട്ടിൽ കിട്ടും നെയ്പായസം, അതിൻ്റെ അതേ മണം. ഇത് മില്ലറ്റ് ആണെന്ന് പറയത്തേ ഇല്ല ആൻറ്റി. ശരിക്കും നല്ല നെയ്പായസം, അതിൻ്റെ തന്നെ ടേസ്റ്റ്. ഒരു ചെറിയ അരിയുടെ, എന്നാൽ ആക്ച്വലി ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. ഒരു പ്രിസർവേറ്റീവ്സോ വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ ഇട്ടിട്ടുള്ള സൂപ്പർ, ഭയങ്കര നല്ലത്. ഒന്ന് കരിപ്പട്ടിയൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം. എനിക്ക് കളറും വ്യത്യാസം. ചെറിയൊരു പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഞമ്മണ്ടി ഇതിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലിലേക്കും പോകും. അമ്മാതിരി സാധനം. അതെ അതെ അതെ. എന്തായാലും താങ്ക് യു. നമ്മുടെ അടുത്ത ഡിഷ് എന്താ ആന്റി? നമ്മുടെ വീട്ടിലൊരു സദ്യ എന്ന് പറഞ്ഞാൽ അവിയലില്ലെങ്കിൽ സദ്യയില്ല. തീർച്ചയായിട്ടും. സാമ്പാർ അവിയല് അതില്ലാണ്ട് ഒരു നിർബന്ധം. ഞാനൊരു അവിയൽ ഉണ്ടാക്കുക. പക്ഷെ ഇപ്പൊ എല്ലാരും തൈരും പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞ്, ഞാൻ ഇതൊന്നും ഇല്ലാണ്ടൊരു അവിയൽ. അത് കൊള്ളാലോ. അപ്പൊ അതെങ്ങനെയാണ് ആ അവിയൽ ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മുടെ അവിയൽ ഉണ്ടാക്കാനുള്ള സമയമായി. എന്തായാലും ആന്റി പറഞ്ഞ ആ രണ്ട് സംഭവങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് എന്നൊന്ന് അറിയണം. പണ്ട് നമ്മൾ പറയില്ല അവിയൽ പരിവായി എന്ന് പറയുന്നത്. എന്ത് സാധനം അവിയലിനിടാം. നമ്മുടെ കയ്യിലുള്ള ബാക്കി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ചേനയുണ്ട്, പിന്നെ ഇതില് മുരിങ്ങക്കായുണ്ട്, പടവലങ്ങയുണ്ട്, പയറുണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്, നമുക്ക് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട് കായൊക്കെ ഒരു നല്ല ടേസ്റ്റ് ആണ് നമുക്ക്. പിന്നെ ചേനയ്ക്ക് ഇത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചേന സെപ്പറേറ്റ് ആദ്യം ഒന്ന് വേവിക്കും. പിന്നെ ഇതിലേക്ക് ഒരു സാധനം ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. ഒരു സാധനം അതും കൂടെ ഉണ്ടെങ്കിൽ അത് പൂർത്തിയായിരിക്കും. അതാണ് ഇതിലേക്ക് കൊടുക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ തൈര് വേണ്ട, പുളി വേണ്ട. പുളിയുള്ള എന്താണ് എന്താ വേണ്ട? പുളിയുള്ള പിന്നെ എന്താ ഉള്ളത്? പുളിയുള്ള അതാണ് ട്വിസ്റ്റ്. പിന്നെ ഒരു ട്വിസ്റ്റ് കൂടെ ആയാലോ? മാങ്ങ കൊണ്ടുവരുന്ന ആൾക്കും ഒരു ട്വിസ്റ്റ് ഇരിക്കട്ടെ. എന്നാ പിന്നെ മാങ്ങ ഇടാനാവുന്ന ഒരു സമയം പറ, അപ്പൊ ഞാൻ പുള്ളിനെ വിളിച്ചോണ്ട്. ഇത് ഈ കഷ്ണം ഇടുമ്പോ മാത്രം മതി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചേനയൊന്നങ്ങ് വേവിച്ചേക്കാം. ഇതിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നമുക്കിതൊന്ന് അങ്ങ് വേവിക്കാം അല്ലെ. നമ്മുടെ യൂടെൻസിൽസ് കുക്ക്വെയറിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുക്ക് പാനാണ്. പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ പറഞ്ഞില്ലേ ഉരുളിയാണ് എല്ലാത്തിനും ഉപയോഗിക്കുക. ഇപ്പൊ ഇത് വന്നതിന് ശേഷം നമുക്ക് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒന്നും അടുക്കി പിടിക്കില്ല, ഒന്നുമില്ല. ഇതൊന്ന് അങ്ങ് ഒന്ന് തിളച്ച് ഒന്നിതായി കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ. നമ്മൾ ഈ അവിയൽ തന്നെ ഇല്ല ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവിയൽ പല സ്റ്റൈലിലല്ലേ? ചിലര് ഇങ്ങനെ നല്ല വെള്ളം നമ്മുടെ നാട്ടിൽ അപ്പൊ അത് അങ്ങനെ ഇരിക്കും. അല്ല ഇപ്പൊ സദ്യക്കൊക്കെ ഉള്ള അവിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ തെക്കോട്ടൊക്കെ ഉള്ളത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഒരു ചെറിയൊരു സെമി പോലെ ഇരിക്കുന്ന അപ്പൊ നമ്മൾ ഈ തൈര് ചേർക്കുന്നതും പിന്നെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വാളംപുളി ഇല്ലേ സാധാരണ, അത് വെച്ചിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കും. പുളി ഇത്തിരി പിഴിഞ്ഞടിച്ച് ഒരു ചെറിയ പുളി വേണം, അങ്ങനെ വെച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇടാം. അപ്പൊ ഈ കഷ്ണം ഇടുന്നതിന്റെ കൂടെ തന്നെ ഇടേണ്ട ഒരു സാധനമാണ് നമ്മുടെ പുളി മാങ്ങ. ഞാൻ ആളെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അംബിക. இதுதான் நீ கேட்ட அந்த மாம்பழம் இல்லையா? நான் சொல்றதும் செய்வேன், சொல்லாததையும் செய்வேன். தானே நீ? അതെന്താണ് അംബിക മോഹന്റെ ഇവിടെയുള്ള ആൾക്കാരെക്കാട്ടി രജനീകാന്തിന് ഇഷ്ടം എന്ന് എനിക്കൊന്ന് അറിയണം. ഇവിടെ ഉള്ളതെല്ലാം എന്റെ മക്കളായി. അപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരെയും എനിക്ക് ഇഷ്ടം. അതോടൊപ്പം തന്നെ അപ്പൊ തീർച്ചയായിട്ടും അംബിക ആന്റിയുടെ മനസ്സിലൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ തലേനിര കൂടെ അഭിനയിക്കണം, അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ
സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എത്തി. നമുക്ക് തുടരാം. Okay. ഇതിപ്പോ ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഒന്നിച്ചിടുന്നത്. ഇനി ഇതിന്റെ മേളിലേക്ക് ഞാൻ മാങ്ങിയിടും. അതിന്റെ മുകളിലേക്ക് ഞാൻ ഈ പച്ചക്കറികൾക്ക് മാങ്ങ അപ്പം നടുക്കാണ് കിടക്കുന്നത്. കായ്ക്കൊരു ഇത്തിരി കറയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കായയുടെ കറ കളയാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കും. കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ ഈ അരി കഴുകിയ വെള്ളമില്ലേ, കാടി വെള്ളം, അതിലൊന്ന് ഇട്ട് കഴുകി എടുത്താൽ മതി. അപ്പോഴാണ് അത് ശരിയായി വരിക. തേങ്ങയിൽ ഞാൻ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, 2 പച്ചമുളക് കൂടെ ചതച്ച് വെച്ചിരിക്കുക. അരക്കരുത്, ചതയ്ക്കാനേ പാടുള്ളൂ, ഒത്തിരി അങ്ങോട്ട് അരയരുത്. അതായത് നമ്മൾ ഈ കഞ്ഞിയുടെ കൂടെ വെക്കുന്ന ഒരു തേങ്ങ ചമ്മന്തിന്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ആന്റി ഇവിടെ തേങ്ങ. ഒത്തിരി അരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് പോകും. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് അടയ്ക്കുന്നത് ഇല വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ വാഴയില, അപ്പൊ എന്ന് വെച്ചാൽ വാഴയിലയുടെ ഒരു സ്മെല്ലും ഇതൊക്കെ കൂടെ അതിലേക്ക് നന്നായി പിടിച്ചിരിക്കും. ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ഈസ്റ്റേന്റെ നുള്ളു മുളക് പൊടി, ഒരു മഞ്ഞപ്പൊടി ഇത്തിരി നന്നായിട്ടില്ല, ഇങ്ങനെ ഒരിത്തിരി ഉപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടി. ഇപ്പൊ ദേ മാങ്ങയൊക്കെ കൂടെ അങ്ങ് വെന്ത് വരുന്നുണ്ട് കേട്ടോ, കായയെല്ലാം. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ടത് കൊണ്ട് നമ്മുടെ ചേനയും വെന്തു. നല്ല കളർഫുൾ അവിയൽ ഇപ്പൊ തന്നെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഇതിന്റെ കൂടെ അങ്ങിടാം. നമ്മളൊരു കുറച്ച് നേരം ഒന്നൊരു ആവിയിലൊന്നും, അത് വാഴയിലൊന്നും മുഴുവൻ ആവി കയറി കഴിയുമ്പോൾ ഒരു ഇതാവും. അപ്പോഴേക്കും നമുക്കറിയാം കഴിഞ്ഞല്ലേ നമ്മളെ സംഭവം. ആവിയിൽ കഴിഞ്ഞു, പെട്ടെന്ന് തീരുമല്ലോ. ആന്റി സ്മെല്ല് ഇവിടം വരെ വരുന്നുണ്ട്. നല്ല സ്മെല്ല്, തൈര് ചേർത്തിട്ടില്ല എന്നിട്ട് പോലും ആ അവിയലാണെന്നുള്ള സ്മെല്ല് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കറിവേപ്പില നല്ല മണമാണ്. കറിവേപ്പില എപ്പോഴും ആവശ്യമാണ്. ഇട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഇതായി. ഇനി നമ്മളിത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കണ്ട, ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ചവെള്ളം, ഇതിന് മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലും ഉണ്ട്. പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു സ്വാദൊരു പ്രത്യേകതയാണ്. ഒരു 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ. മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് വേർഷൻ ഓഫ് അവിയലാണ് കേട്ടോ ഇത്. അതെ, വലുതായിട്ട് നമ്മളൊന്നും ഇട്ടിട്ടില്ല, ഒന്നുമില്ല സംഭവം. അങ്ങനെ അവിയലും സെറ്റായി. ഇനി നമുക്കത് രുചിച്ച് നോക്കാനുള്ള സമയമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഉരുളിയിൽ അങ്ങനെ എടുത്തിട്ട് അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ അംബികാന്റി സ്പെഷ്യൽ അവിയൽ. മാങ്ങയും ചേനയും കായും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവിയല് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു പുതിയ സംഭവം കേട്ടോ. എന്തായാലും ഇന്നത്തെ അംബികാന്റി സ്പെഷ്യൽ 2 ഡിഷസും ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. എൻ്റെ റെക്കമെൻഡേഷൻ, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഓണത്തിൽ അവിയൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അംബികാന്റി ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്ക് ആൻറ്റിക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തരണമെന്നുണ്ട്. അപ്പം ഞാൻ അതും തന്ന് നമുക്ക് അംബികാന്റിനോട് ഗുഡ് ബൈ പറയാം. ആദ്യം മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ് ആൻറ്റി. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ ചെക്സ്മ കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻസ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇനി ഫ്രൈഡ് ചിക്കൻ വീട്ടിലും ഉണ്ടാക്കാം. ഒയോസ്കോ ഫ്രൈഡ് ചിക്കൻ മസാല നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, പിന്നെ സ്വപ്ന ഭവനത്തിലേക്കുള്ള സുവർണ പാത റെപ്കോ ഹോം ഫൈനാൻസ് പ്രൊമോട്ടഡ് ബൈ റെപ്കോ ബാങ്ക് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇപ്രാവശ്യത്തെ ഓണം കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത്. അതെ അതെ അതെ. അപ്പൊ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും തരണ്ടേ? അല്ലെങ്കിൽ അത് മോശമല്ലേ? ടേസ്റ്റ് ഓൺ സാൾട്ട്. ഓക്കെ, അതിന്റെ ഒരു ഗിഫ്റ്റ് എന്റെ പൊന്നുമോൾക്ക്.
താങ്ക് യു സോ മച്ച്. ഞാൻ 40 ദിവസം അടുപ്പിച്ച് അമ്മ എന്ന് വിളിച്ച ഒരാളാണ് ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും. സോ ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആൻറ്റിയെ കാണാൻ പറ്റി, ആൻറ്റിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പാചകം കഴിക്കാനും പറ്റി. ഒരുപാട് സന്തോഷം. ഓണരുചി മധുരം co-branded by Texma Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajkumari, the Complete Shopping Center. അപ്പോൾ bye bye.